പുതിയ ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ട് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് മറക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനും അവന്റെ ഗ്യാങ്ങും ആണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് വരുന്ന ടൈമായിരിക്കും അവരെ അവരെ പിടിക്കുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും അയാളില്ലേ ആ ഒരു ഷോപ്പ് ഓണർ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് അങ്ങനെ പറയാം. അയാളെ ആണെങ്കിൽ ആരൊരാൾ അടിച്ചിട്ടുണ്ടാവേ. നമ്മളെ ചെക്കന്റെ മുഖത്താണെങ്കിൽ ഒരു മുറിവുണ്ടാവും. ഇതും കൂടി കാണുന്ന ടൈമിൽ ഇവരെ ടീച്ചർ ആണെങ്കിൽ ഇവനെ അടിച്ചെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാവേ. പക്ഷെങ്കിൽ നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു അടിയെ കൊണ്ട് ഒരറിവും ഉണ്ടാവില്ല. അവനാണെങ്കിൽ പറയും മിസ് ആ ഒരു സംഭവം നടന്നെന്നുള്ള കാര്യം സത്യമാണ്, പക്ഷെങ്കിൽ അതൊരു ലിറ്റിൽ ബിറ്റ് ആർഗ്യുമെന്റ് മാത്രമേ എല്ലാവരും ഞാൻ അവനെ അടിച്ചിട്ടില്ല എന്ന് പക്ഷെങ്കിൽ ഇവന്റെ മുഖത്താണെങ്കിലും മുറിവില്ലേ. മിസ് അതിനെ കൊണ്ട് ചോദിക്കുന്നേരം അവനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്നേരം മതിൽ ചാടി എന്നേരായതാണെന്ന് പറയും. അതേ ടൈം മിസ് ആണെങ്കിൽ പറയും ഓ ലേറ്റ് ആയിട്ട് വന്നതും പോരാണ്ട് നീ മതിലും ചാടിയ, എന്നാ പിന്നെ നീ ആണെങ്കിൽ നമ്മളിങ്ങനെ സെൽഫ് ക്രിറ്റിസൈസൂല്ലേ അത് എഴുതിയതിനു ശേഷം മാത്രം അകത്ത് കയറിയാൽ മതി എന്ന് പറയേ. എന്നിട്ട് മിസ് അവിടുന്ന് പോകുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പിള്ളേരോട് ചോദിക്കുന്നുണ്ട് എടാ ആരായിരിക്കും അയാളെ അടിച്ചിട്ടുണ്ടാവുക, നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. പക്ഷേ പിള്ളേർക്കാണെങ്കിൽ അതിനെ കൊണ്ട് വലിയ അറിവില്ല. എങ്കിലും നമുക്കറിയാം അത് ചെയ്തത് നമ്മളെ പെണ്ണാന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ലിന്നും ടീമും ആണെങ്കിൽ ബാസ്കറ്റ് ബോൾ കളിക്കുന്നതായിരിക്കും. ഇതേ ടൈം കുറേ പെൺപിള്ളേരാണെങ്കിൽ നമ്മളെ ലിന്നിനെ പുകഴ്ത്തി കൊണ്ട് നിൽക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണിന്റെ രണ്ട് ഫ്രണ്ട്സ് ഇല്ലേ, അവർ രണ്ടാളും അതും കേട്ടോണ്ടായിരിക്കും അതിലോട്ട് നടന്നിട്ട് വരുന്നുണ്ടാവുക. പക്ഷേ അവർക്കാണെങ്കിൽ ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇതേ ടൈം ആയിരിക്കില്ല ഇവരെ മുന്നിലോട്ട് ആ ഒരു സാൻഡ് പേ പോകുന്നുണ്ടാവുക. സാൻഡ് പേയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ പെണ്ണിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു അടിയും കിട്ടിയിട്ട് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ഇവരാണെങ്കിൽ മുഖം മറക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ സാൻഡ് പേ ആണെങ്കിൽ നേരെ നമ്മളെ ലിന്നിന്റെ അടുത്തേക്ക് പോയിട്ട് നമ്മളെ പെണ്ണിനെതിരെയുള്ള ഒരു കൊട്ടേഷൻ കൊടുക്കുന്നുണ്ടാവേ. നമ്മളെ ബൂന്റെ പേര്, അതായത് നമ്മളെ പെണ്ണിന്റെ ശരിക്കുള്ള പേര് ബൂ ഹാൻ ലൂ എന്നാണ്. നമുക്ക് അവളെ ബൂ എന്ന് വിളിക്കാം. ബൂന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ പെണ്ണിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ലൂന് ടെൻഷൻ ആവുന്നുണ്ടായിരിക്കും. അവളാണെങ്കിൽ നീഡിലിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവേ. ഇതേ ടൈം നമ്മളെ സാൻഡ് പേ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ ഉപദ്രവിച്ച് ആ ഒരു പെണ്ണിന് പണി കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ലിന്നിനോട് പറയുന്നുണ്ടാവും. ലിന്നി അതിന് സമ്മതിച്ചനോ ഇല്ല എന്നുള്ള കാര്യം ഇപ്പൊ കാണിക്കുന്നുണ്ടാവില്ല. ഒന്നും അറിയാണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ സിസ്റ്ററെ എങ്ങനെയാ രക്ഷപ്പെടുത്തുമെന്ന് ആലോചിച്ചുകൊണ്ട് റൂഫ് ടോപ്പിൽ നിൽക്കുന്നതായിരിക്കും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ചെക്കൻ്റെ ഗ്യാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവളത് കാണുന്നുണ്ടാവേ. പക്ഷേ ഇവക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിലും ഒരു നെവർ മൈൻഡ് ആയതുകൊണ്ട് അവൾ അവരെ കൊണ്ട് തിങ്ക് ആക്കുന്നവരെ ഉണ്ടാവില്ല. ഇതേ ടൈം ആയിരിക്കും ലൂ ആണെങ്കിൽ വിളിച്ചിട്ട് പറയുന്നുണ്ടാവുക നീ ഇങ്ങനെ റൂഫ് ടോപ്പിലാണെങ്കിൽ അവിടുന്ന് മാറിക്കോ, ആ ഒരു ലിന്നാണെങ്കിൽ നിന്നെയും പരത്തിക്കൊണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് നീ സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് പറയേ. അതേ ടൈം നമ്മളെ പെണ്ണ് ഒന്നും അനങ്ങാണ്ട് നിൽക്കുന്ന കാണുമ്പോൾ ആ ഒരു ഫോണിന്റെ സൈഡിലൂടെ കാറ്റ് വീഴുവേ. കാറ്റ് വീഴുന്ന വെച്ചാൽ വിൻഡ് ഇങ്ങനെ അടിക്കുന്നുണ്ടാവും, അതിനല്ലേ കാറ്റ് അടിക്കുന്നുണ്ടാവും. എന്നാലും നമ്മൾ ലൂനാണെങ്കിൽ നമ്മളെ പെണ്ണാണെങ്കിൽ റൂഫ് ടോപ്പിലാണ് ഉള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവൾ കോളും കട്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നുണ്ടാവേ. ഇതേ ടൈം നമ്മളെ പെണ്ണ് ഇവിടെ ഉള്ള അറിയാണ്ട് ലിന്നും ടീമും അവിടുന്ന് ക്യാരംസ് എന്തോ ഒരു ഗെയിം കളിക്കുന്നുണ്ടാവും. പക്ഷേ ഉരുണ്ട് വരുന്നത് ഒരു ഗോളി ആയിരിക്കും. ഗോളി എന്നല്ലേ നിങ്ങൾക്ക് പെണ്ണുങ്ങൾ പറയാം, എനക്കും അറിയില്ല സംഭവം ഇതിന്റെ കറക്റ്റ് പേരെന്നാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങനെ പറയോ തോന്നുന്നേ. ആ സംഭവമാണെങ്കിൽ ഉരുണ്ടിട്ട് നമ്മളെ പെണ്ണിന്റെ അടുത്തേക്ക് വരുന്നുണ്ടാവേ. അവളെ വിചാരം എന്നായിരിക്കും ഇവനാണെങ്കിൽ ഇവൾ ഉപദ്രവിക്കേണ്ടിയിട്ടാണ് ഇവളടുത്തേക്ക് വരുന്നതായിരിക്കും. ആ ഒരു ഗോളി എന്ന് പറഞ്ഞ സാധനം ഇവള് കാണുന്നേ ഉണ്ടാവില്ല. ഇവനാണെങ്കിൽ അത് എടുക്കാൻ നിൽക്കുന്ന അതേ ടൈം ഇവൾ ഒരൊറ്റ അടിയായിരിക്കും. അടിപൊളി ഷോട്ട് ആയിരിക്കും. ഇതുപോലെ മറച്ചിടുന്നുണ്ടാവും. നമ്മളെ ചെക്കന് എന്നാ ഇപ്പൊ സംഭവിച്ചെന്ന് വരെ മനസ്സിലാവുന്നുണ്ടാവില്ല. അടിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടാളും പരസ്പരം മുഖത്ത് നോക്കുന്നുണ്ടാവും. മുഖം കണ്ടപാട് രണ്ടാളും ഒപ്പരം പറയും എടാ എന്റെ ഗ്ലൗസ് താടാന്ന് പറയും. ഇവളാണെങ്കിൽ ഇവനെ അടിച്ചില്ലേ, ഇവനാണെങ്കിൽ ആ സ്കൂളിലത്തെ ഒരു ഗുണ്ടേനെ പോലെ ആയിരിക്കേ. അതുകൊണ്ട് ഇവനാണെങ്കിൽ നാണക്കേടാവുന്നുണ്ടാവും. ഇവനെ ഫ്രണ്ട്സ് വരാൻ നിൽക്കുന്നവരോ ഇവൾ എങ്ങനെയാണോ ഇവനെ അടിച്ചത് അതുപോലെ ഇവനാണെങ്കിൽ ഇവളെ അടിക്കാൻ നോക്കേ. പക്ഷെങ്കിൽ പറ്റുമോ, നമ്മളെ പെണ്ണ് അൾട്രാ സ്ട്രോങ് അല്ലേ, അവളെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇവൾ ഈ കരുത്ത് കാണുമ്പോൾ നമ്മളെ ചെക്കൻ്റെ ഫ്രണ്ട്സിനെ പേടിയാവുന്നുണ്ടാവേ. അതിലൊരുത്തനാണെങ്കിൽ വേറൊരുത്തനെ ബാക്ക് പോയിട്ട് നിന്നിട്ടാണെങ്കിൽ പറയും നീ ഇല്ലേ നീ ഒരു പെണ്ണായത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ അടിക്കുന്നില്ല എന്ന് പറയൂ. അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് എടാ എന്റെ മുന്നിൽ കയറി നിന്നിട്ട് പറയടാന്ന്. പക്ഷേ അവനെ വരെ പേടിയായിരിക്കോ. അങ്ങനെ ഇവര് രണ്ടാളും പരസ്പരം അവിടുന്ന് അടിയാവുന്നുണ്ടാവേ. ഈ ഒരു സംഭവം ഇവരെ കൂട്ടത്തിലത്തെ ഒരു പെണ്ണില്ലേ അവള് കാണുന്നുണ്ടാവും. അവളാണെങ്കിൽ വന്നിട്ട് ബൂനോടാണെങ്കിൽ പറയും നിനക്കാണെങ്കിൽ ഇവന്റെ കൈമിലത്തെ ഒരു ഗ്ലൗസ് വേണം, അവനാണെങ്കിൽ നിന്റെ കൈമിലത്തെ ഒരു ഗ്ലൗസും വേണം, നിങ്ങൾ തമ്മിൽ അത് പരസ്പരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രശ്നം സോൾവ് ആവൂലേ എന്നൊന്ന് പറയേ. അതേ ടൈമിൽ ലിന്നാണെങ്കിൽ പറയും എനിക്ക് ആ ഒരു ഗ്ലൗസ് വേണം, പക്ഷെങ്കിൽ ഇവളും
ഇവളുമായിട്ട് ഒരിക്കലും ഞാൻ ഫ്രണ്ട്സ് ആവൂല, ഇവളെന്റെ ശത്രുവാണെന്ന് പറയും. അതെന്തായാലും പറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു അടിയാണല്ലോ കിട്ടിയത്. ഈ ഒരു കാര്യത്തിന് നമ്മളെ പെണ്ണും ഡീല് പറയുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ വീട്ടിലേക്ക് എത്തുന്ന ടൈം അവളെ അച്ഛൻ അവിടെ ഉണ്ടാവേ. എപ്പം ഓവർ ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ അച്ഛാ നിങ്ങളെന്താ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ പറയും കമ്പനിയിലാണെങ്കിൽ പവർ കട്ട് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരത്തെ വന്ന് പറയേ. ഇതേ ടൈം അമ്മേനെ നോക്കുന്നതാണെങ്കിൽ അമ്മയും അവിടെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അമ്മയാണെങ്കിൽ ഭയങ്കര ബിസി ആയിരിക്കും. അതുകൊണ്ട് ഇവരാണെങ്കിൽ ഫുഡൊന്നും കുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അമ്മയാണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അകത്തേക്ക് പോകുന്നുണ്ടാവേ. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു 9 മണിയാകുന്ന ടൈം ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് വരുന്ന ടൈം അമ്മേൻ്റെ തിരക്കിൽ അമ്മയാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ മൊത്തം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളെ പെണ്ണിനെയാണെങ്കിൽ അവളെ പാരൻസ് ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. അവർക്ക് അവരേതായിട്ടുള്ള ലോകമായിരിക്കും, അവരേതായിട്ടുള്ള തിരക്കായിരിക്കും. നമ്മളെ പെണ്ണ് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവും. അങ്ങനെ അവളാണെങ്കിൽ ഒന്ന് മൈൻഡ് കൂളാവല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തിരിക്കുന്നുണ്ടാവേ. എന്നിട്ട് അവളാണെങ്കിൽ അവളെ ഒരു ഗ്ലൗ ഇല്ലേ അതെടുത്തിട്ട് കൈ പിടിച്ചിട്ടാണെങ്കിൽ പറയും ഏച്ചി പേടിക്കേ വേണ്ട, ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ കണ്ടുപിടിക്കാൻ വരും, നിങ്ങൾ പേടിക്കേ വേണ്ട, നിങ്ങളെ കൂടെ തന്നെ ഞാനുണ്ട്, നിനക്കൊരു കാര്യം അറിയാം, എൻ്റെ പിറന്നാൾ വരാനിരിക്കുന്നതാണ്, ആ ഒരു ബർത്ത്ഡേക്കെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടാവുക, പ്ലീസ് നീ എൻ്റെ കൂടെ വാ. എൻ്റെ പേരൻസിനാണെങ്കിൽ ഒരു മാറ്റമില്ല, അവരെപ്പം അവരേതായിട്ടുള്ള തിരക്കിലാണ്, എന്നെ ആർക്കും നോക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സങ്കടങ്ങൾ അവളെ സിസ്റ്ററോട് പറയുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവേ. എന്നാലായിരിക്കും നമുക്ക് അവളെ മുഖത്തൊരു ചിരി കാണാൻ പറ്റുന്നുണ്ടാവേ, അല്ലെങ്കിൽ ഇവള് ചിരിക്കലേ ഇല്ല. അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം രണ്ടെണ്ണം പരസ്പരമായൊരു ഗ്ലൗസ് ആണെങ്കിൽ കൈമാറുന്നുണ്ടാവേ. കൈമാറിയ ശേഷവും നമ്മളെ ചെക്കൻ്റെ ആറ്റിറ്റ്യൂഡിന് ഒരു കുറവും ഉണ്ടാവില്ല. അവനാണെങ്കിൽ പറയും എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, ഇനി മേലാൽ ഈ ഒരു റൂഫ് ടോപ്പിൻ്റെ മേലെ നിന്നെ കണ്ടുപോകരുത്, ഇത് നമ്മളെ സ്ഥലമാണെന്ന് പറയേ. അതേ ടൈം അവളാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ, ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേങ്കിൽ ഇവിടുത്തെ കാറ്റില്ലേ അതെനിക്ക് പെരുത്തി ഇഷ്ടമായിന്, അതുകൊണ്ട് ഞാൻ എന്നും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയേ. അവനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. അതേ ടൈം അവളാണെങ്കിൽ നമ്മളെ ടെന്നീസിന്റെ നടുക്ക് ഡിവൈഡർ പോലെ വെക്കൂലേ, അതിന്റെ പേരെന്നാന്ന് എനിക്കറിയില്ല, എന്നാ പറയാ ശരിക്കും, ആ സാധനമില്ല, ആ സാധനമാണെങ്കിൽ അവളാണെങ്കിൽ ഇതുപോലെ കെട്ടിയിട്ട് പറയും ആ സൈഡ് നീ എടുത്തോ, ഈ സൈഡ് എന്റേതാണെന്ന് പറയേ. അവനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് കഴിക്കാൻ നോക്കുന്ന ടൈം അവളൊരൊറ്റപ്പിടുത്തായിരിക്കും, അവന് പിന്നെ അനങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ ഇതുപോലെ ഊരിയെടുക്കാൻ നോക്കുന്ന ടൈം അവളാണെങ്കിൽ അതിനും അനുവദിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് അവളാണെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവേ. എന്നേരം നമ്മളെ സെക്കൻഡ് എക്സ്പ്രഷൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നടന്നേ ഒന്നും അറിയാണ്ട് സീനിയേഴ്സിനെ പേടിച്ചിട്ട് സീനിയേഴ്സിനോട് കെഞ്ചുന്ന നമ്മളെ ലൂനെ നീഡിലിനായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും ഇവരെ സീനിയേഴ്സ് ഇവരെ വല്ലാണ്ട് ബുള്ളി ചെയ്യുന്നുണ്ടാവേ. അതിനി ചെയ്യല്ല, നമുക്ക് കുറച്ച് സമാധാനം വേണം, അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇവർ സമാധാനത്തിൽ ഇവരെ സീനിയേഴ്സിനോട് സംസാരിക്കുന്നുണ്ടാവുക. സീനിയേഴ്സും ഓക്കെ എന്നുള്ള രീതിയിലായിരിക്കും ഇവർക്ക് മറുപടി കൊടുക്കുന്നുണ്ടാവുക. ഇതും കണ്ടുകൊണ്ടായിരിക്കും ബൂ അങ്ങോട്ടേക്ക് വരിക. ബൂനാണെങ്കിൽ സഹിക്കുക, അവളാണെങ്കിൽ പിള്ളേരെ രണ്ടാളെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടാവേ. എന്നിട്ട് അവരോടാണെങ്കിൽ നിങ്ങൾ എന്നീ ചെയ്തതെന്ന് ചോദിക്കുന്നേരം അവരാണെങ്കിൽ പറയും അത് ആ ഒരു സീനിയേഴ്സ് നമ്മളെ വല്ലാണ്ട് ബുള്ളി ചെയ്യുന്നുണ്ട്, അതിനുള്ള എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നതെന്ന് പറയുകയെ. അതേ ടൈം ബൂ ആണെങ്കിൽ പറയും നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സാണ്, ഞാൻ നിങ്ങളെ കൂടെയില്ലേ, അവരെ കിട്ടിയിട്ട് എന്ത് പണിയാണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് നല്ലോണം അറിയാം, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുകയെ. അത് കേൾക്കുന്ന ടൈം നമ്മുടെ ലൂ ആണെങ്കിൽ ചോദിക്കും അപ്പോൾ നീയും ലിന്നുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്തോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഒരു സോൾവിങ്ങും ഇല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളൂ, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഭയങ്കര ധൈര്യം കൊടുത്തിട്ടായിരിക്കും അവൾ അവിടുന്ന് പോകുന്നുണ്ടാവുക. ഇതേ ടൈമിൽ ലിന്ന് കട്ട കലിപ്പിലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പക്ഷെങ്കിൽ അവൻ നടന്നു വരുന്ന വഴിക്ക് ആർക്കെല്ലാന്നോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അവർക്കൊക്കെ അവൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവേ. ആളൊരു പാവാന്ന്, പിന്നെ ഒരു കലിപ്പെന്നുള്ള രീതിയിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്. പക്ഷെങ്കിൽ എല്ലാവർക്കും ഇവനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണല്ലോ അവനൊരു പ്രശ്നം വന്നേരം എല്ലാവരും അവൻ്റെ പിന്നാലെ തന്നെ പോയിട്ടുണ്ടാവുക. അങ്ങനെ അവർ രണ്ടാളും, അതായത് നമ്മളെ ലിന്നും അവൻ്റെ ഒരു ഫ്രണ്ടും എന്തല്ലോ സംസാരിച്ചുകൊണ്ട് നടന്നിട്ട് വരുന്ന ടൈമായിരിക്കും ഇവരെ ഫ്രണ്ട് ആയിട്ടുള്ള യാങ്ങിനെ കാണുന്നില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവുക. നേരായിരിക്കും റേഡിയോയിൽ കൂടിയിട്ട് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവേ. ആ ഒരു സൗണ്ടിലാണെങ്കിൽ പറയുന്നുണ്ടാവുക നിങ്ങൾക്കൊരു കാര്യം അറിയാ, ഞാൻ ഇവിടെ വന്നത് തന്നെ ഒരു ലെറ്റർ വായിക്കണ്ടിട്ട, ആ ലെറ്ററിൻ്റെ ഉള്ളിൽ എന്നാണല്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, ഒരു പയ്യന് ഒരു പെണ്ണിനോടുള്ള പ്രണയം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു യാങ്ങിന് നമ്മളെ പെണ്ണിലെ ആ ഒരു ബൂന ഇഷ്ടമായിരിക്കെ. ആ ഒരു കാര്യം അവനാണെങ്കിൽ ആ ഒരു കത്തിലുള്ളത് പോലെ സംസാരിക്കുന്നുണ്ടാവും. സ്റ്റാഫ് റൂമിലത്തെ ടീച്ചേഴ്സ് മൊത്തം
മൊത്തം ഇത് കേൾക്കുന്നുണ്ടാവില്ലേ, ഇവന്റെ ക്ലാസ് ആറാ തോന്നുന്നത്. അയാളാണെങ്കിൽ അവന് ഞാൻ വെച്ചിട്ടുണ്ട്, ഇതായൊരു യാങ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ നമ്മളെ ചെക്കനെ പിടിക്കാൻ വരുന്നുണ്ടാവേ. ഇതേ ടൈമായിരിക്കും നമ്മളെ യാങ് ആണെങ്കിൽ ആ ഒരു റേഡിയോയിൽ കൂടി പറയുന്നുണ്ടാവുക, ആ ഒരാളില്ലേ, ആ ഒരാൾ സ്നേഹിക്കുന്ന പെണ്ണിന്റെ പേരിന്റെ അക്ഷരം എന്നാന്ന് വെച്ചാൽ അത്രേ പറയുന്നുണ്ടാവില്ലേ. പക്ഷെങ്കിൽ നമ്മളെ പെണ്ണിന്റെ ഫ്രണ്ട്സിനും നമ്മളെ ചെക്കൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ, ചെക്കനും അടക്കം അത് അവളാന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അവർക്കോ. നമ്മളെ പിള്ളേരാണെങ്കിലും നമ്മളെ ബൂനെ നോക്കുമ്പോൾ ബൂ ആണെങ്കിൽ ഇതൊന്നും ഒരു കൂസലില്ല എന്നുള്ള രീതിയിലായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. ഇതേ ടൈം സാറിനാണെങ്കിൽ യാങ്ങ ഈ ഒരു പണികളൊക്കെ ഒപ്പിക്കുന്നുള്ള കാര്യം മനസ്സിലായില്ലേ. സാറാണെങ്കിൽ ചെക്കനെ പിടിക്കാൻ വരുന്നുണ്ടാവേ. അവനാണെങ്കിൽ സാർ ഞാൻ ഇതല്ല പറഞ്ഞത്, സോറി സാർ ഞാനല്ല ഈ പറഞ്ഞത്, ഈ കത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് തപ്പിക്കാൻ നോക്കുന്നുണ്ടാവേ. പക്ഷേ സാറ് വിടുന്നേ ഉണ്ടാവില്ല. അവൻ എങ്ങനെയല്ലോ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന ടൈമായിരിക്കും നമ്മളെ ലിന്നിന്റെ മുന്നിൽ വന്നിട്ട് പെടുന്നുണ്ടാവുക. ലിന്നാണെങ്കിൽ ഇവനെ പരിധി നടക്കുന്നതായിരിക്കും. കാരണം ഇവനാണെങ്കിൽ ആ ഒരു ബൂനെയാണല്ലോ പ്രപ്പോസ് ചെയ്തത്. എങ്ങനെയല്ലോ സാറിന്റെ മുന്നിൽ നിന്ന് യാങ്ങിനെ ആണെങ്കിൽ രക്ഷപ്പെടുത്തുന്നുണ്ടാവേ. പക്ഷെങ്കിൽ നമ്മളെ യാങ്ങിനോടാണെങ്കിൽ ഇവനാണെങ്കിൽ ചോദിച്ചോട് നിൽക്കും, നിനക്ക് വേറെ ഒരു പെണ്ണിനെയും കണ്ടിട്ടില്ലേ, ആ ഒരു ബൂനെ നീ എന്തിനാ പ്രപ്പോസ് ചെയ്തത്, അങ്ങനെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തത് നല്ല നമ്മൾ ലവ് കൺഫേസ് ചെയ്യൂല, ആ ഒരു സംഭവം ചെയ്തത് എന്തിനാ ഇങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും ഇവർ യുവാൻ വരുന്നുണ്ടാവും. അതായത് ഇവരെ സിസ്റ്റർ എന്നായിരിക്കും അവളെ വിളിക്കുന്നുണ്ടാവുക. നമുക്ക് അവളെ സിസ്റ്റർ എന്ന് വിളിക്കാം. സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഒരു സിസ്റ്റർ ആണെങ്കിൽ വന്നിട്ട് പറയും, എടാ പിള്ളേരെ, നമ്മളെ വിചാരിക്കുന്നത് നമ്മൾ കളിക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പെണ്ണിന്റെ അടുത്താണെന്നല്ലേ. പക്ഷെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ ആ ഒരു ഷോപ്പ് ഓണറിന് അടി കിട്ടിയ കാര്യം മിസ് നമ്മളെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്? എനിക്ക് തോന്നുന്നത് ആ ഒരു അടി കൊടുത്തത് നമ്മളെ പെണ്ണാന്നാണെന്ന് പറയാം. അതായത് ബൂ ആണ് ആ ഒരു ഷോപ്പ് ഓണർക്ക് അടി കൊടുത്തെന്നുള്ള കാര്യം ഈ ഒരു സിസ്റ്റർ എങ്ങനെയോ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ ഒരു സത്യമാണെങ്കിൽ ഇവരോട് പറയുന്നുണ്ടാവേ. ഇത് കേൾക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് എല്ലാവർക്കും ഷോക്ക് ആവുന്നുണ്ടാവേ. അതേ ടൈമിൽ ലിന്നാണെങ്കിൽ പറയും, അവൾ സ്ട്രോങ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിന്, പക്ഷെങ്കിൽ ഇത്രക്കധികം സ്ട്രോങ് ആണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത്. പക്ഷെങ്കിൽ അവക്കൊരു പണി കൊടുക്കാണ്ട് ഞാൻ നിൽക്കുകയില്ല, അവക്കിട്ടിട്ടുള്ള പണി ഞാൻ ഉറപ്പായിട്ട് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കരിക്കുന്നുണ്ടാവും. ഇനി ആർക്കാ ഏതാ പണി കിട്ടാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇന്ന് രാത്രി തന്നെ അവ പണി കൊടുക്കാൻ തുടങ്ങുന്നുണ്ടാവേ. ഒന്നാമത്തെ പണി ഇതുപോലെ ആയിരിക്കും അവരെ ക്ലാസ്സിലത്തെ, അതായത് ബൂന്റെ ക്ലാസ്സിലത്തെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇതുപോലെ വിൻഡോയിലൂടെ ഇതുപോലത്തെ എന്താ പറയുക ഒരു സ്കെൽട്ടന്റെ തലയല്ലേ, ആ തലയാണെങ്കിൽ കൊണ്ടുവരുന്നുണ്ടാവേ. അവൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പിള്ളേരും പേടിച്ചിട്ട് ഓടുന്നുണ്ടാവും. നമ്മളെ വേണ്ട കൂസലില്ലാണ്ട് അതൊക്കെ എടുത്തിട്ട് ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ തിങ്ക് ആക്കുന്നുണ്ടാവേ. അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ബാക്കിൽ ഇതുപോലെ ബലൂണ് പിടിപ്പിക്കലായിരിക്കും. പക്ഷേ എങ്കിൽ അതും ഫ്ലോപ്പ് ആവുന്നുണ്ടാവുമായിരിക്കും. അതിൻ്റെ അപ്പുറത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ നടന്നു വരുന്ന ടൈം നമ്മളിങ്ങനെ സെലോ ടേപ്പ് പൊട്ടിച്ചിട്ട് അതിന് പോയിട്ട് മുഖം അടിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ആ സംഭവമില്ലേ, ആ സംഭവമായിരിക്കും. പക്ഷേ എങ്കിൽ അതും ഫ്ലോപ്പ് ആവുന്നുണ്ടാവും. അങ്ങനെ ഇവരാണെങ്കിൽ അവസാന പണി ഒപ്പിക്കുന്നുണ്ടാവും. സംഭവം എന്നായിരിക്കും, ഇവരാണെങ്കിൽ ഒരു ഫോൺ എടുത്തിട്ട് നമ്മളെ പെണ്ണിൻ്റെ ടേബിളിൻ്റെ അടിയിൽ വെക്കുന്നുണ്ടാവേ. അവൾക്കാണെങ്കിൽ ആ ഫോണിനെ കൊണ്ട് ഒരു അറിവും ഉണ്ടാവില്ല. അങ്ങനെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഫോൺ ആണെങ്കിൽ റിങ് ചെയ്യുന്നുണ്ടാവും. അവൾക്ക് ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ കൂടി അവളെ മുഖത്ത് നമുക്കത് മനസ്സിലാവില്ലേ, ചില സമയം ആയിട്ടുണ്ടാവില്ല, അവള് ഭയങ്കര ബ്രേവ് ആണല്ലോ. അതേ ടൈമായിരിക്കും നമ്മളെ പിള്ളേർ എല്ലാവരും നടന്നു വരുന്നുണ്ടാവുക. കാരണം ഈ ഒരു പണി ഏറ്റല്ലോ, അതിന്റെ സന്തോഷത്തിലായിരിക്കും ലിന്നുണ്ടാവുക. ഇതേ ടൈം യുവാനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എടാ അവനാണെങ്കിൽ അതായത് ലിന്നാണെങ്കിൽ അവന്റെ ഫോൺ നമ്പറിലാണല്ലോ ആ ഒരു ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക. ആ വിളിച്ചത് ലിന്നാന്നുള്ള കാര്യം ബൂന് മനസ്സിലാവൂന്ന് ചോദിക്കുന്നേരം യുവാന്റെ ഫ്രണ്ട് ആണെങ്കിൽ അതിന് ചാൻസ് ഇല്ലാന്നായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെങ്കിൽ നമ്മളെ പെണ്ണാരാ മോള്, കാരണം അവളെ ആ ഒരു ഫോണിൽ ലാസ്റ്റ് ഏതാണോ നമ്പർ വന്നത് ആ നമ്പറിലേക്ക് അവൾ തിരിച്ചു വിളിക്കുന്നേരം ലിൻ എടുക്കുന്നത് ഇവള് കാണുന്നുണ്ടാവേ. അതുപോലെ പക്ഷെ ഇവരാണെങ്കിൽ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. നമ്മളെ പെണ്ണ് ചോദിക്കാനോ പറയാനോ ഒന്നിനും നിന്നിട്ടുണ്ടാവില്ല. അവളാണെങ്കിൽ എങ്ങനെയാണോ ഇവക്ക് പണി കൊടുക്കാൻ നോക്കിയത് അതിന്റെ ഡബിൾ അല്ല, അതുപോലെ തന്നെ തിരിച്ച് പണി കൊടുക്കുന്നുണ്ടാവേ. ഫസ്റ്റ് ആണെങ്കിൽ ഇവന്റെ ബാക്കിൽ ഇതുപോലെ ബലൂൺ ഒട്ടിച്ചു വെക്കുന്നുണ്ടാവും. അവൻ ക്ലാസ്സിൽ പോകുന്ന ടൈം ഇതുപോലെ ഇരുന്നിട്ട് അവന്റെ ബാക്കിൽ ചോക്ക് പൊടി പോലെയൊക്കെ ആകുന്നുണ്ടാവേ. അതാണെങ്കിൽ വൃത്തിയാക്കിയിട്ട് നേരെ വാഷ്റൂമിൽ പോകുന്നേരം നമ്മളെ പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും, വാഷ്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ ഒരു ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നമ്മളെ ആ ഒരു സ്കെൽട്ടൻ്റെ തലയില്ലേ അത് ഇവള് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടാവേ. ആ ഒരു സ്കെൽട്ടൻ്റെ തല കൊണ്ട് ഇവനെ തന്നെ പേടിപ്പിക്കുന്നുണ്ടാവും. ഇവൻ പേടിച്ചിട്ട് പുറത്ത് ഓടുന്ന ടൈം അവളാണെങ്കിൽ സെലോ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ടാവേ. അതിൻ്റെ മേലെയായിരിക്കും ഇവൻ പോയിട്ട് വീകുന്നുണ്ടാവുക. പിന്നെ ഞാൻ പറയണ്ടല്ലോ, അവൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയല്ലോ അവനെ രക്ഷപ്പെടുത്തുന്നുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെണ്ണൊരു കില്ലാടി തന്നെ, അത്രക്ക് കില്ലാടിയല്ല, കുറച്ച് കില്ലാടി തന്നെ.
അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ നീഡിലാണെങ്കിൽ യുവാനെ കാണാൻ പോകുന്നുണ്ടാവേ. നമ്മൾ ഈ നീഡിലിന് യുവാനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ അവനാണെങ്കിൽ അവളോട് സംസാരിക്കാൻ ഒരു താല്പര്യമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നമ്മളെ യുവാനാണെങ്കിൽ നീഡിലിന് എപ്പോൾ ഉള്ളതുപോലെ ഒരു ബിസ്ക്കറ്റ് കൊണ്ടു കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് അവനാണെങ്കിൽ പറയും, നിങ്ങൾ എന്തിനാണ് എപ്പോൾ നമ്മളെ ബൂൻ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്? അവൾ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവളെ എന്തിനാണ് നിങ്ങളിങ്ങനെ പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കുക. അതേ ടൈം യുവാനാണെങ്കിൽ പറയും, നമ്മൾ അവളെ ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് അവളുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നു പറയേ. പക്ഷേ നീഡിൽ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ല. ഈ ഒരു പെണ്ണാണെങ്കിൽ അവിടുന്ന് പോകാൻ നിൽക്കുന്ന ടൈം നമ്മളെ നീഡിലാണെങ്കിൽ പറയൂ, അവരെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പെണ്ണല്ലേ നീ എന്തിനാ പിന്നെ അവരെ കൂടെ തന്നെ നടക്കുന്നത്? നിനക്ക് മാറിപ്പോയി കൂടെ എന്ന് ചോദിക്കുന്ന ടൈം യുവാനാണെങ്കിൽ പറയൂ, നിന്റെ തിങ്കാണ് തെറ്റ്. നീ വിചാരിക്കുന്നത് അവരെ ഗ്യാങ് ഭയങ്കര ബാഡാണ്, ഭയങ്കര റോങ് ആണെന്നല്ലേ. പക്ഷേ അങ്ങനെയല്ല, എന്നെയും കാട്ടി ഏറ്റവും നല്ലതാണ് ആ ഒരു ലിന്ന്. അത് നിനക്ക് ഇപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ എപ്പെങ്കിലും ഒരിക്കൽ മനസ്സിലാകുന്നെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവും. ഈ ഒരു സീനോട് കൂടിയിട്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ.